വഖാലു ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി അവലം തഅതിഹിം ബയ്യിനതു മാ ഫിസ് സുഹുഫിൽ ഊല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി ലഖാലു റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂല ഫനത്തബിഅ ആയാതിക മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സ വലൗ അന്ന അഹ്ലക്നാഹും നാം അവരെ നശിപ്പിച്ചു. അന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറയാണ്. അന്ന തീർച്ചയായും നാം അഹ്ലക്നാഹും അവരെ നശിപ്പിച്ചു. അതിന് മുമ്പിൽ വന്നു വലൗ അന്ന അഹ്ലക്നാഹും നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ബി അദാബിൻ വല്ല ശിക്ഷയും കൊണ്ട് ബി അദാബിൻ അദാബുൻ എന്നുള്ളത് ഉണ്ടോ നക്കിറയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശിക്ഷ കൊണ്ട് അവരെ നാം നശിപ്പിച്ചിരുന്നുവെങ്കിൽ എപ്പോൾ മിൻ ഖബലിഹി പറഞ്ഞാൽ അതിനു മുമ്പ്, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് മുമ്പ്, വിശുദ്ധ ഖുർആൻ അവതീർണമാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ്, മിൻ ഖബലിഹി വിശുദ്ധ ഖുർആന് മുമ്പ്, അല്ലെങ്കിൽ തിരുനബിയുടെ ഉദയത്തിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ലഖാലു അവർ പറയുക തന്നെ ചെയ്യും. എന്ത് പറയും? റബ്ബന ലൗലാ അർസൽത ഇലൈനാ റസൂല. എന്താ അവർ പറയാ? റബ്ബന ഞങ്ങളുടെ റബ്ബേ ലൗലാ അർസൽത ഇലൈനാ റസൂല. ലൗലാ ഇവിടെ എന്താണ്? ഇവിടുത്തെ അതേപോലെ ഹല്ല ലൗലാ അർസൽത ഇലൈനാ റസൂല, ഞങ്ങളിലേക്ക് ഒരു റസൂലിനെ അയച്ചുകൂടായിരുന്നില്ലേ എന്ന് അവർ പറയും. ലൗലാ അർസൽത ഇലൈനാ റസൂല, ഞങ്ങളിലേക്ക് ഒരു റസൂലിനെ അയച്ചുകൂടായിരുന്നില്ലേ. ഫനത്തബിയ ആയാതിക്, അങ്ങനെ റസൂലിനെ നീ അയച്ചാൽ അതാണ് ഫൗൽ ഫസിഹ. നത്തബിയ ഞങ്ങൾക്ക് പിൻപറ്റാനാകും ആരെ? ആയാതിക നിന്റെ ആയത്തുകളെ. അപ്പോൾ മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സ, മിൻ ഖബൽ മുമ്പായി, ഏതിനു മുമ്പായി? അൻ നദില്ല വനഖ്സ. അൻ നദില്ല ദുല്ലിൽ നിന്ന് അല്ലെങ്കിൽ ദില്ലിൽ നിന്നാണ് നദില്ല. നഖ്സ എന്നുള്ളത് ഖിസിയിൽ നിന്ന്. എന്താ ദുല്ല്, എന്താണ് ഖിസി? ഇവിടെ നമുക്കതിൻ്റെ മൊത്തത്തിൽ അർത്ഥം പറയാം. രണ്ടും മാനക്കേടാണ്, അപമാനമാണ്. ഉദ്ദേശത്തിൽ രണ്ടും തമ്മിൽ പ്രയോഗിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളാണ് പറയാം. മാനക്കേട്, അപമാനം. ഞങ്ങൾ അന്നതില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ നിന്ദ്യരായി. നഖ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധിക്ഷിപ്തരായി, അല്ലെങ്കിൽ പിന്നെ തരംതാണവരായി, തകരുന്നവരായി എന്നൊക്കെ അർത്ഥത്തിൽ. ഞങ്ങൾ തകരുന്നതിന് മുമ്പ്, ഞങ്ങൾ നിന്ദ്യരാകുന്നതിന് മുമ്പ് നിൻ്റെ ആയത്തുകളെ ഞങ്ങൾക്ക് പിൻപറ്റാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിലേക്കൊരു റസൂലിനെ നിനക്ക് അയച്ചുകൂടായിരുന്നോ എന്നവർ പറയുന്നതാണ് ഇവിടെ വിഷയം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, വിശുദ്ധ ഖുർആൻ വന്നു. അപ്പോഴാണ് അവർ പറയുന്നത് ലൗലാ യഅതീന ബിആയത്തിൻ മിർ റബ്ബിഹി. വിശുദ്ധ ഖുർആനാകുന്ന വ്യക്തമായ പിന്നെ തെളിവ് വന്നു, റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വന്നു. ഇനി അവർക്ക് എന്താ വേണ്ടത്? ആ റസൂൽ ഏതെങ്കിലും ഒരാളല്ല, ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഒരാളല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റസൂലൻ മിൻ അൻഫുസിഹിം എന്നാണ്, അവരിൽ നിന്നുള്ള അല്ലേ. റസൂലൻ മിൻഹും, റസൂലൻ മിൻകും, റസൂലൻ മിൻ അൻഫുസിഹിം, റസൂലൻ ഷാഹിദൻ അലൈക്കും. അങ്ങനെയൊക്കെയാണ് റസൂൽ, അവരിലേക്ക് വന്ന റസൂലിൻ്റെ വിശേഷണമാണ്. നിങ്ങളിൽ നിന്നുള്ള, അവരിൽ നിന്നുള്ള, അവരുടെ നഫ്സുകളിൽ നിന്നുള്ള, അവർക്ക് സാക്ഷിയായ റസൂൽ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ആ റസൂൽ വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? എന്തുകൊണ്ടൊരു ആയത്തേറ്റ് വരുന്നില്ല? ഒരൊട്ടകം അല്ലെങ്കിൽ ഒരു വടി, ഇങ്ങനത്തെ ഒക്കെ ആയത്തുകൾ ഉണ്ടല്ലോ, അതുപോലത്തെ ആയത്തേറ്റ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി, ഈ റസൂല് വരുന്നതിന് മുമ്പ് വല്ല ആദാബുമായിട്ട് നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ പരലോക കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുക? അവർ പറയാ റബ്ബന ലൗലാ അർസൽത ഇലൈനാ റസൂല, ഞങ്ങൾക്കൊരു റസൂല് വന്നിട്ടില്ല, ഒരു റസൂല് വന്നിരുന്നുവെങ്കിൽ ഫനത്തബി ആയാതിക, നിൻ്റെ ആയത്തുകളെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു. പക്ഷേ റസൂൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ശിക്ഷ വരികയല്ല ചെയ്തത് എന്നവർ പറയുമായിരുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നാടന്മാരെ അറിയില്ലേ? ആട്ടിനോടത്ത് പോയിട്ട് പുണ്ണാക്ക് കൊടുക്കാത്ത പെരയിൽ പോയാൽ എണ്ണ കൊടുക്കുമോ? എന്നെ അറിയില്ല, നാടന്മാരെ അറിയുന്നത്. എന്താ ഇതിൻ്റെ മാന? ആട്ടിനോടത്ത് പോയിട്ട് പുണ്ണാക്ക് കൊടുക്കാത്ത പെരയിൽ പോയാൽ എണ്ണ കൊടുക്കൂല. അറിയണം എന്താ? ആ പുണ്ണാക്ക് അവിടെ വലിച്ചെറിഞ്ഞ് പോരുന്ന സാധനമാണ്. അത് ആട്ടിനോടത്ത് ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
കൊടുക്കാത്ത ഒരുത്തൻ ആ പുണ്ണാക്ക് വലിച്ചെറിയുന്ന പുണ്ണാക്ക് കൊടുക്കാത്ത പിന്നെ അവൻ്റെ പെരയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ആട്ടി എണ്ണ കൊടുക്കുക ഇല്ല. അതേപോലെയാണ് ഈ മനുഷ്യന്മാരുടെ അവസ്ഥ. റസൂൽ വന്നപ്പോൾ അവരുടെ വിഷയതാണ്. ഇനി റസൂൽ വരുന്നതിന് മുമ്പ് ആണെങ്കിൽ അവരുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഗുണം പിടിക്കാത്ത ജാതി, ഗുണമില്ലാത്ത ജാതി എന്നുള്ള അർത്ഥത്തിൽ. അയ്യോ, ഇവിടെ റബ്ബന ലൗല അർസൽത ഇലൈന റസൂല ഫനത്തബിയ ആയാതിക മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സ എന്നാണ്. ഞങ്ങൾ ദുല്ലിൽ, അതേപോലെ ഞങ്ങൾ ഖിസിയിൽ അകപ്പെടുന്നതിന് മുമ്പ് എന്നാണ്.